അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 17-ാം സങ്കീർത്തനം 5-ാം വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും ദൈവത്താൽ വിടുവിക്കപ്പെട്ട മരുഭൂമിയിൽ കൂടി വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രാമധ്യേ യഹോവ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തു. തന്നെയുമല്ല, വാഗ്ദത്ത നാട്ടിൽ എത്തിയതിന് ശേഷം ആ ദേശക്കാരായ ജനങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങൾ പഠിക്കുകയോ അതിന് പ്രകാരം ജീവിക്കുകയോ ചെയ്യരുത്. അവരെ ഞാൻ കനാനിൽ നിന്നും നീക്കിക്കളഞ്ഞത് ഇസ്രയേലെ നിങ്ങൾ വിശുദ്ധരാകയാലല്ല, പിന്നെയോ അവർ അശുദ്ധർ ആകയാലാണ്. ആകയാൽ കനാൻ ദേശക്കാർ ജീവിക്കുന്നത് പോലെ നിങ്ങൾ പാപത്തിൽ ജീവിക്കുവാൻ വരാതിരിക്കുവാൻ ഞാൻ നിങ്ങൾക്ക് തരുന്ന ന്യായപ്രമാണം അനുസരിക്കണം. ഇസ്രായേൽ മക്കൾ ആ പ്രമാണം അനുസരിച്ച് യഹോവയോടൊപ്പം സഞ്ചരിച്ചെങ്കിൽ അവരെല്ലാവരും കനാൻ ദേശത്ത് എത്തുമായിരുന്നു. എന്നാൽ കനാനിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ജനം ന്യായപ്രമാണം ഉപേക്ഷിച്ച് അവർക്ക് ബോധിച്ച വണ്ണം ജീവിച്ചു തുടങ്ങിയിരുന്നു. മിസ്രയീമിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട ജനങ്ങളിൽ കാലേബും യോശുവയും മാത്രമല്ലാതെ ആരും കനാനിൽ എത്തിപ്പെട്ടില്ല. കാരണം യഹോവയുടെ ന്യായപ്രമാണത്തെ അവർ അവഗണിച്ചു. കനാനിലേക്ക് എത്തിയതിനു ശേഷവും എത്തുന്നതിന് മുമ്പും ജനം ന്യായപ്രമാണം അനുസരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. അനുസരിച്ചില്ലെങ്കിൽ ഉള്ള ദോഷവും അനുസരിച്ചാലുള്ള നന്മയും ന്യായപ്രമാണത്തിൽ തന്നെ യഹോവ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 17-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ കൂടി ദാവീദ് പറയുകയാണ്, എൻ്റെ നടപ്പ് നിൻ്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. 1 യോഹന്നാൻ 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവനോട് കൂട്ടായ്മയുണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ ചുവട് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ ജീവിക്കണമെന്നാണോ കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്, അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ്. കാൽ വഴുതിയില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാപത്തിൽ വഴുതി വീണില്ല എന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ, പുതിയ നിയമ വിശ്വാസികളായ നമ്മുടെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മിൽ എത്ര വലിയ പാപമുണ്ടെങ്കിലും നാം കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാമെങ്കിൽ യേശുവിൻ്റെ രക്തത്താൽ അവൻ നമ്മെ കഴുകി ശുദ്ധീകരിക്കുന്നു. വീണ്ടും നാം പാപം ചെയ്താൽ അതിന് യോഹന്നാൻ പറയുന്ന പേരാണ് ഇരുട്ടിൽ നടക്കുക എന്ന്. നാം ദൈവമക്കളായി തീർന്നതിന് ശേഷവും പാപം ചെയ്തുകൊണ്ട് ഇരുട്ടിൽ നടക്കുകയും അപ്പോൾ തന്നെ നാം വിശുദ്ധരാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ നാം വിശുദ്ധരാണെന്ന് ഭോഷ്കാണ് പറയുന്നത് എന്ന് യോഹന്നാൻ വെളിപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് വെളിച്ചത്തിലാണ് ഇരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന്. പാപം ചെയ്യാതെ ക്രിസ്തു നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നാം ജീവിച്ചാൽ നാമും ഇരുളിൽ വസിക്കുന്നവർക്കൊരു നല്ല വഴികാട്ടിയും വെളിച്ചവുമായി തീരുന്നു. പഴയ നിയമസഭ, അതായത് ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്നും ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പ് പെസഹായും ചോരത്തിലെയും അവർ ആചരിച്ചിരുന്നു. എന്നിട്ടാണ് മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും അവർ രക്ഷപ്പെട്ടത്. പുതിയ നിയമ ഇസ്രായേലായ നാം യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി യേശുവിൻ്റെ രക്തത്താലാണ് സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്യുന്നത്. സാത്താൻ്റെ ബന്ധനത്തിൽ കിടക്കുന്നവർക്ക് അവർ അടിമയിലാണെന്ന് അറിയുകയില്ല. കാരണം അവർ ചെയ്യുന്ന പാപവും അസാൻമാർഗിക ജീവിത രീതികളും ആഡംബരമാണെന്ന് സാത്താൻ അവരെ ധരിപ്പിച്ചിരിക്കുന്നു. ബൈബിൾ അതിനെക്കുറിച്ച് പറയുന്നത് മ്ലേച്ഛമായതിൽ അവർക്ക് മാനം തോന്നുന്നു എന്നാണ്. മാനസാന്തരപ്പെട്ട ദൈവമക്കളോട് ദൈവാത്മാവ് പൗലോസിൽ കൂടി പറയുന്നത് ഇപ്രകാരമാണ്, അടിമനുഖത്തിൽ വീണ്ടും കുടുങ്ങി തോറ്റു പോകരുത്. കാരണം പാപത്തിന് അടിമയായി സാത്താൻ നമ്മെ നരകത്തിലാക്കുവാൻ നിർത്തിയ സ്ഥലത്തു നിന്നാണ് യേശു ക്രിസ്തു തൻ്റെ അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്ന് ശരീരമാസകലം കീറി മുറിക്കപ്പെട്ടവനായി നമ്മുടെ പാപവും അതിന് ഫലമായി ഉണ്ടായ ശാപവും ചുമന്ന് കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ടത്. നമ്മെ അവൻ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും വിലയ്ക്ക് മേടിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി നാം നമുക്കായി ജീവിക്കേണ്ടവരല്ല, കർത്താവിനായി ജീവിക്കേണ്ടവരാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് വിൽസൺ ടി എന്ന മിഷണറി അങ്കോളയിലെ ദേശനിവാസികളോട് സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ഉരുണ്ട് തടിച്ച ഒരു മനുഷ്യനെയും അവൻ്റെ അടുത്ത് പേടിച്ച് വിറച്ചു നിൽക്കുന്ന ഒരു പയ്യനെയും അദ്ദേഹം ആൾക്കൂട്ടത്തിൽ ശ്രദ്ധിച്ചു.
ആ തടിയൻ ഒന്ന് അനങ്ങിയാൽ ആ പയ്യൻ പേടിച്ചു നോക്കും. യോഗത്തിനൊടുവിൽ വിൽസന് മനസ്സിലായി അയാൾ ഒരു ക്രൂരനും പയ്യൻ അവൻ്റെ അടിമയുമാണ് എന്ന്. ഉടനെ തന്നെ ആ പയ്യനെ വിലയ്ക്ക് വാങ്ങി മോചിപ്പിക്കുവാനുള്ള ശ്രമം തുടങ്ങി. അടിമയുടെ ഉടമ കൂടുതൽ പണത്തിനു വേണ്ടി വിലപേശി ഒടുവിൽ അയാൾക്ക് നല്ല വില കിട്ടിയെന്ന് തോന്നിയപ്പോൾ ആ കുട്ടിയെ വിറ്റു. അവനെയും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോഴും ആ കുട്ടി പേടിച്ച് വിറയ്ക്കുകയായിരുന്നു. വിൽസൺ അവനോട് സംസാരിക്കുവാൻ തുടങ്ങി. മകനെ, ഞാൻ നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ ഇപ്പോൾ നീ എൻ്റേതാണ്. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. നിനക്ക് നിൻ്റെ സ്വന്തം ജനത്തോടൊപ്പം താമസിക്കുവാൻ വനത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗം എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ കഴിയാം. മിഷണറി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായപ്പോൾ നിറകണ്ണുകളോടെ ആ ബാലൻ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, മിസ്റ്റർ വിൽസൺ, ഞാൻ എന്നേക്കും അങ്ങയുടെ അടിമയായിരിക്കും. ഇത് തന്നെയായിരിക്കണം നമ്മുടെ മനോഭാവം. വീണ്ടും നാം സാത്താൻ്റെ അടിമയായി തീരാതിരിക്കുന്നതിനായി കർത്താവ് നമുക്ക് വേണ്ടി വെച്ചു പോയിരിക്കുന്ന നല്ല മാതൃക നാം പിന്തുടരണം. യേശുവിൻ്റെ കാൽച്ചുവട് തന്നെ പിന്തുടരണം. അനേകം കാൽപാദം നമുക്ക് ഭൂമിയിൽ കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മുടെ കർത്താവിൻ്റെ പാദത്തിനൊരു പ്രത്യേകതയുണ്ട്. വിശാലമായ വഴിയിൽ കൂടി നടന്ന പാദമല്ല അത്. ഇടുങ്ങിയ വഴി, കഷ്ടതയുടെ വഴി, പാപത്തെ വെറുത്ത് പിതാവിനെ പ്രസാദിപ്പിച്ച് പാപികളെ രക്ഷിച്ചുകൊണ്ട് പാദങ്ങൾക്ക് ആണിയേൽക്കേണ്ടി വന്ന പാദങ്ങളാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാദങ്ങൾ. ആ ആണിപ്പാടുള്ള പാദമാണോ നാം പിന്തുടരുന്നത് എന്ന് ഉറപ്പ് വരുത്തണം. ആ പാദത്തെ പിന്തുടരുന്നവർക്ക് സുവിശേഷം അറിയിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. പാപം ചെയ്യുവാൻ കഴിയുകയില്ല. സഹോദരനെ പകയ്ക്കുവാൻ കഴിയുകയില്ല. നുണ പറയുവാൻ കഴിയുകയില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ കഴിയുകയില്ല. എല്ലാവരെയും സ്നേഹിപ്പാൻ കഴിയും. എല്ലാവരോടും കരുണ കാണിക്കുവാൻ കഴിയും. സകലതും ഛേദമെന്ന് എണ്ണുവാൻ കഴിയും. യേശുവിൻ്റെ ചുവടുകളിൽ തന്നെയാണ് നമ്മുടെ നടപ്പെങ്കിൽ നമ്മുടെ കാൽ വഴുതി പാപത്തിൽ വീഴുവാൻ അവൻ സമ്മതിക്കുകയില്ല. പ്രതീക്ഷിക്കാത്ത സമയത്ത് 4 പാട് നിന്നും പ്രതികൂലം മാഞ്ഞ് വീശുമ്പോൾ പതറിപ്പോകാതെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ അവൻ നല്ല മാർഗനിർദ്ദേശം തരാതിരിക്കുകയില്ല. ആത്മിക ജീവിതത്തിൽ ഒരു വഴിയും യേശുവിനെ അറിയാത്തതായി ഇല്ല. സകലവിധ പ്രതികൂലങ്ങളും സഹിച്ചവനാണ് കർത്താവായ യേശു ക്രിസ്തു. ആകയാൽ നമുക്ക് യേശുവിൻ്റെ കാൽ ചുവടുകളെ പിന്തുടരാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശികളായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.